Let's turn our attention to Psalm number 23. 23-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം നമുക്ക് തിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആമേൻ സ്തോത്രം. ഒത്തിരി ആഴത്തിലോട്ട് പോകാനുള്ളതായിരിക്കുന്ന സമയം നമുക്കില്ലാത്തത് കൊണ്ട് ലിമിറ്റഡ് ആയിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വളരെ ആമേൻ പരിചയമുള്ളതായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണേത്. 23-ാമത്തെ സങ്കീർത്തനം. ഓക്കെ, ഇവിടെ സ്ലൈഡ് ഷോ ഉണ്ട്, പവർ പോയിന്റ്സ് കാണിക്കുന്നുണ്ട്. സോ ദ ചിൽഡ്രൻ ദോസ് ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ് പവർ പോയിന്റ്സ് ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ഫ്രം ദെയർ ആൻഡ് സോ ദാറ്റ് വിൽ ബി ഓക്കെ ഐ തിങ്ക്. സോ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുന്ന ഉടനെ 23-ാം സങ്കീർത്തനം വളരെ പരിചയമുള്ളതാണെങ്കിലും ആ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായ പല വിഷയങ്ങളും നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്ന ചില വിഷയങ്ങളാണ്. നമുക്കറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നെന്ന് പറഞ്ഞ് പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊച്ചുനാൾ തൊട്ട് പഠിച്ചു വരുന്നതായിരിക്കുന്ന സങ്കീർത്തനം. ആ സങ്കീർത്തനം അങ്ങനെ പഠിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, വി ആർ ദ പ്രിവിലേജ്ഡ് ഷീപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിച്ചറിയുന്ന ആടുകളാണ് നമ്മളെല്ലാവരും. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് ദൈവസഭ എന്ന് പറയുന്നത് ഒരു ആട്ടിൻ കൂട്ടമാണ്. ആ ആട്ടിൻ കൂട്ടത്തിന് ഒരു മഹാ ഇടയനുണ്ട്. എന്നാൽ ആ കർത്താവിൻ്റെ ദാസനെ ഒരു പാസ്റ്ററിനെ എന്താക്കി വെച്ചിരിക്കുന്നു? ആ സഭയുടെ ഒരു ഷെപ്പേർഡായിട്ട് വെച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ദൈവത്തിൽ നിന്നും നാം പ്രാപിക്കുന്നതായ ആനുകൂല്യങ്ങളും പ്രിവിലേജസും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലാതെ തിരിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല, അല്ലേ? So we understand that we are receiving lot of privileges from the Lord, but we don't understand what is my privilege and what is my responsibility towards God and how we respond to God. നാം എങ്ങനെയാണ് ദൈവത്തോട് തിരിച്ച് പ്രതികരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ്. അതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ആടുകളാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആനുകൂല്യം എന്താണെന്നറിയാമോ? വി ആർ പ്രിവിലേജ്ഡ് ടു ഹാവ് സഫിഷ്യൻസി. ഓക്കെ, ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ് 1. The Lord is my shepherd and I shall not want. ഓക്കെ, എന്ന് പറയുന്നുണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഒരു 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 നമ്മുടെ ജീവിതത്തിനകത്തുള്ളതായിരിക്കുന്ന ഒരു പര്യാപ്തതയാണ്, സഫിഷ്യൻസിയാണ്. ഓക്കെ, എനിക്ക് ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുന്നർത്ഥം വേറൊന്നും വേണ്ടെന്നല്ല. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് ഒരു പര്യാപ്തതയുടെ അനുഭവമാണ്, ഒരു സംതൃപ്തിയുടെ അല്ലെങ്കിൽ ഒരു സഫിഷ്യൻസിയുടെ അനുഭവമാണ് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇടയനെ നമ്മൾ എന്തായിട്ട് കാണണം? എൻ്റെ ജീവിതത്തിലെല്ലാ കാര്യത്തിലും മതിയായവനാണ് എൻ്റെ കർത്താവെന്ന് കാണുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനോ ദാസിക്കോ ജീവിതത്തിൽ ഒരു ഭാരങ്ങളുടെ നടുവിൽ തകർന്നു പോകാൻ ഇടവരത്തില്ല. അവരെപ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്നവരായിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പര്യാപ്തതയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കും, ഒരു സഫിഷ്യൻസിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഒരു ദിവസം ഒരു ബോയ് അവൻ വാക്യം പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഉടനെ അവൻ വാക്യം പറയാൻ തുടങ്ങിയത് ഇതാണ്. എന്താ? യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവയുടെ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഇരുന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെന്റൻസ് അവന് കിട്ടുന്നില്ല, അവൻ മറന്നുപോയി. അപ്പോൾ തലയൊക്കെ ചോർന്നിട്ട് വീണ്ടും പറയുകയാണ്, The Lord is my shepherd, the Lord is my shepherd, the Lord is my shepherd. യഹോവൻ്റെ ഇടയനാകുന്നു, യഹോവൻ്റെ ഇടയനാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അവൻ പറഞ്ഞു, എന്താണെന്നറിയാമോ? അത് മതി. അത് മതിയെന്ന്. ഏതാ? യഹോവൻ്റെ ഇടയനാകുന്നു. ഇവൻ പറഞ്ഞതെന്താ? അയ്യോ അത് മതി, എനിക്ക് അത്ര അറിയത്തുള്ളൂ, അത് മതിയെന്നാ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ആ പാസ്റ്റർ എന്താ പറഞ്ഞെന്നറിയോ? മോനെ, നീ പറഞ്ഞ ശരിയാ, യഹോവ എൻ്റെ ഇടയനാകുന്നു, അത് മതി, പിന്നെ വേറൊന്നും വേണ്ട. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഒരു നല്ല ഇടയനായിട്ട് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതും മതി, അതിനപ്പുറത്തോട്ട് എന്തെല്ലാം വേണോ അതെല്ലാം ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കുമെന്ന്. ഇടയനായിട്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ വെച്ചോണം. അവൻ തുടർന്നുള്ള എല്ലാം നമുക്ക് കർത്താവ് തരും. അതല്ലേ നമ്മൾ വായിക്കുന്നത്, Seek ye first the kingdom of God and his righteousness and all these things shall be added unto you. മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും എന്ത് ചെയ്യും? ലഭിക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? These things shall be added unto you എന്ന് പറഞ്ഞാൽ
കൂട്ടിച്ചേർത്തുകൊള്ളും. ആമേൻ. നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്കൊരു സഫിഷ്യൻസി ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സോ വി ആർ പ്രിവിലേജ്ഡ് ടു ഹാവ് ദ റിയൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടാകും. എപ്പോഴാ നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ, നമുക്ക് എന്തുണ്ട്? ഒരു റിയൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു സംതൃപ്തിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആ വാക്യം എന്താ പറയുന്നറിയാമോ? രണ്ടാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? ആമേൻ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. He makes me lie down in green pastures and he leads me beside quiet waters. ഒരു പച്ചയായ അനുഭവത്തിലേക്ക് എന്നെ നടത്തുന്നു. അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു സംതൃപ്തിയുടെ അനുഭവമുണ്ട്. ആമേൻ. നമുക്കൊരു സഫിഷ്യൻസി ഉള്ളപ്പോൾ തന്നെ മറ്റൊന്ന് എന്ത് വേണം? സാറ്റിസ്ഫാക്ഷനും കൂടെ വേണം. ഓക്കെ, ഈ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? പല ആൾക്കാർക്കും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എത്ര കിട്ടിയാലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു സംതൃപ്തി ഇല്ല. എപ്പോഴും എന്താ ചിന്തിക്കുന്നത്? അയ്യോ, എനിക്കിത് പോരാ, ഇത് പോരാ, അവർക്ക് അതും ഇതും എല്ലാം ഉണ്ട്, ഇവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് മാത്രം ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ആമേൻ. സംതൃപ്തി ഇല്ലാത്ത ജീവിതം, ഒരു കാരണവശാലും അവർക്ക് സന്തോഷമില്ല. ഓക്കെ, കിട്ടിയൊന്നും പോരാ. എന്നാൽ ആത്മീയത്തിൽ എന്തോ വേണമെന്നാണ് കർത്താവിന്റെ വരം പറയുന്നത്. ആത്മീയത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? എപ്പോഴും എന്ത് ചെയ്യണം? ആഗ്രഹിക്കുന്നവരായിരിക്കണം. മോഹിക്കുന്നവരല്ല, ആഗ്രഹിക്കുന്നവരായിരിക്കണം. എന്തുവാ? കർത്താവേ, ആത്മീയത്തിൽ ഞാൻ ആരാണ്? ഒരു ശിശുവാണ്, എന്നെ വളർത്തണമേ, എനിക്ക് അല്പം കൂടെ ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ആത്മീയ ജീവിതമുള്ളവർ. ഹല്ലേലൂയ. അതേസമയം തന്നെ ഭൗതികമായിട്ട് എന്തോ ചെയ്യണം? ഭൗതികമായിട്ട് കർത്താവേ, എനിക്ക് തന്നിട്ടുള്ളതെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പല ആൾക്കാർക്കും എന്തോ കിട്ടിയോ അതിലൊന്നും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ. കർത്താവ് ഒഴികെ മറ്റൊന്നും പെർഫെക്റ്റ് അല്ല. ചില ആൾക്കാർ പറയും, ആ ചർച്ച് പെർഫെക്റ്റ് അല്ല. there is no perfect church. ഓക്കെ, ആ പാസ്റ്റർ പെർഫെക്റ്റ് അല്ല. ദർ ഈസ് നോ പെർഫെക്റ്റ് പാസ്റ്റർ ഇവിടെ രാവിലെ അതൊന്ന് ഓർപ്പിക്കാനിടയായി. ദർ ഈസ് നോ പെർഫെക്റ്റ് പാസ്റ്റർ, ദർ ഈസ് നോ പെർഫെക്റ്റ് ബിലീവർ, ദർ ഈസ് നോ പെർഫെക്റ്റ് വൈഫ്, ദർ ഈസ് നോ പെർഫെക്റ്റ് ഹസ്ബൻഡ്, ദർ ഈസ് നോ പെർഫെക്റ്റ് ഹൗസ്, ദർ ഈസ് നോ പെർഫെക്റ്റ് കാർ, ദർ ഈസ് നോ പെർഫെക്റ്റ് കിഡ്. ഉണ്ടോ? ഒന്നും പെർഫെക്റ്റ് അല്ലെന്നേ. എന്തെല്ലാം പ്രശ്നങ്ങളാ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന, കുടുംബങ്ങളിൽ നടക്കുന്ന. അവരെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, വല്ല പ്രശ്നം ഉണ്ടാവുമോ? ആരും പെർഫെക്റ്റ് അല്ല. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു. കർത്താവിൻ്റെ ദാസനോട് ഒരു വിശ്വാസി ബ്രദർ പറഞ്ഞു, പാസ്റ്റർ, ഈ സഭ അത്ര ശരിയല്ല, ഞാൻ വേറൊരു സഭയിലോട്ട് പോകും, പെർഫെക്റ്റ് ആയിട്ടുള്ള സഭ അന്വേഷിച്ച് ഞാൻ നടക്കുക, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ പാസ്റ്റർ പറഞ്ഞു, അതിപ്പം പെർഫെക്റ്റ് ചർച്ച, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇംപെർഫെക്റ്റ് ആയിട്ട് മാറും. കാരണം എവിടെയാണ് ഉള്ളത്? ഏത് സഭയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ദൈവമക്കളെ, നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കോ. സ്തോത്രം. അത് മാത്രം നോക്കിയാൽ മതി. ഈ ലോകത്തിലെ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. ഒന്നും കിട്ടാൻ പോകുന്നില്ല, എവിടെയും കിട്ടാൻ പോകുന്നില്ല. എന്താണോ കിട്ടിയത് അതിലെന്ത് ചെയ്യേ? നന്ദി പറ കർത്താവിന്. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ്റെ അനുഭവമാണ്. ഇടയം മുകളിലുണ്ടോ? ആ കർത്താവിനെ ഇടയനാക്കിയിട്ടുണ്ടോ? നമുക്കിപ്പോൾ ഇച്ചിരി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും, ഇച്ചിരി പ്രയാസം മാനസികമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, എൻ്റെ ഇടയൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ ഞാൻ ഇടയനാക്കി മാറ്റിയ നാൾ മുതൽ എനിക്ക് ചിലതൊക്കെ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയാണ്? തൃപ്തിയുണ്ട്. ഇച്ചിരി രോഗമുണ്ടോ? സാരമില്ല, എല്ലാം മാറും എന്ന് വിചാരിച്ചുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ പഠിക്കുക. ലോകത്തിലെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിവെക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുക. എന്നാൽ അതേ സമയത്തോളം ആത്മീയത്തിന് എത്രത്തോളം നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട്? ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നമ്മൾ മേടിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എനിക്ക് ആവശ്യമാണെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ശക്തി മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രം പോരാ, ഗൈഡൻസും കൂടെ വേണം. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ചെന്തെന്നറിയാമോ? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ആർക്കറിയാം? ഈ ഷെപ്പേർഡിനറിയാം.
നമ്മൾ വിചാരിക്കുന്ന പോലെ ചലിക്കുന്നവരല്ല. ഈ ഇടയനറിയാൻ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഈ ഇടയനറിയാൻ നാം എന്ത് സംസാരിക്കണം, ഈ ഇടയനറിയാൻ നാം എന്ത് പ്രവർത്തിക്കണം, നാം എവിടെ പോയി കാലുകുത്തണമെന്ന് ഇടയനറിയാം. ആ സ്ഥലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തോ വേണം, ഒരു റിയൽ സാറ്റിസ്ഫാക്ഷൻ, യഥാർത്ഥത്തിലുള്ള ഒരു സംതൃപ്തി നമുക്കുണ്ടായി തീരുവാൻ തക്കണം ഇടയായി തീരണം. മൂന്നാമതായിട്ട് third one, men, we are privileged to have the guidance, the proper guidance of shepherd. ദൈവികമായിരിക്കുന്ന ഒരു നടത്തിപ്പ് നമുക്കുണ്ടാകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ഇടയനായിട്ട് നമ്മൾ കർത്താവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണം, ഒരു ദൈവികമായ നടത്തിപ്പ്. വേഴ്സ് 3 അത് കാണാൻ സാധിക്കുന്നത്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എൻ്റെ നീതി പാതകളിൽ നടത്തുന്നു. He restores my soul and he guides me in the paths of righteousness. ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് നമുക്ക് എപ്പോഴും അനുഭവിച്ചറിയാൻ കഴിയണം. ഒരു ഷെപ്പേർഡ്, ഒരു ഇടയൻ മോളിലുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്കതുണ്ടായിരിക്കും. നമ്മളാരും ഒത്തിരി ഫെഡപ്പ് ആകേണ്ട കാര്യം വരത്തില്ല. ചില സമയം നമ്മൾ ആകെപ്പാടെ എന്താണ്, ടെൻഷൻ അടിച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, യോ എങ്ങനാ, എന്തുവാ അടുത്ത സ്റ്റെപ്പ് എന്തുവാ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. കർത്താവിനെ ഇടയനാക്കി വെച്ചിട്ടുണ്ടോ, ഉടനെ ഓർത്തോണം, he is enough for me. ആമേൻ. അവൻ ആരാണ്? എനിക്ക് മതിയായവനാണ്. എന്തോ പ്രശ്നം വന്നാലും അതിൻ്റെ എല്ലാം നടുവിൽ എനിക്ക് ഗൈഡൻസ് തരാൻ ആരുണ്ട്? ആ കർത്താവുണ്ട്, ആ ഇടയനുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അടുത്തതായിട്ട് അതിൻ്റെ വേഴ്സ് 4 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. വേഴ്സ് 4 പാർട്ട്, ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വാട്ട് ഈസ് ദ ഫോർത്ത് വൺ? വി ആർ പ്രിവിലേജ്ഡ് ടു ഹാവ് ദി പ്രൊട്ടക്റ്റിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്. നാം കടന്നു പോകുന്നതായ വഴികളിൽ നമ്മളെ സംരക്ഷിക്കുന്നതായ ആ കർത്താവിൻ്റെ നല്ല ഇടയൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ ആ കരം നമ്മുടെ കൂടെയുണ്ട്. അടുത്തത് ഫിഫ്ത്ത് വൺ എന്താണെന്നറിയാമോ? വേഴ്സ് 4 the second part. അഞ്ചാമത്തെ എന്താണെന്നറിയോ? We are privileged to have his disciplining and inspection. ആ വാക്യം ഒന്ന് വായിച്ചേ ഇംഗ്ലീഷിൽ. വേഴ്സ് 4 പാർട്ട് നമ്പർ B. എന്തൊക്കെയാണ്? ആ ഇടയന്റെ വടിയും കോലും നമ്മളെന്ത് ചെയ്യും? എൻ്റെ അർത്ഥം എന്തോ? ഒരു ഇടയന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ഒരു വടിയുണ്ട്, ഒരു കോലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ ഇടയൻ പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടും ആവശ്യമായതുകൊണ്ടാണ്. ഓക്കെ, ഈ വടിയും കോലും സാധാരണ ആരെയും ആശ്വസിപ്പിക്കാറില്ല, ഉണ്ടോ? ഞാനങ്ങനെ കേട്ടിട്ടില്ല. വടി കൊണ്ട് 2 അടി കൊടുക്കുമ്പം കൊച്ചു പറഞ്ഞു, ഇപ്പം എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയുമോ? പറയത്തില്ല. എന്താണെന്നറിയോ? ഈ വടിയും കോലൊക്കെ കേൾക്കുന്ന ഉടനെ പിള്ളേർക്ക് എന്താ, പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തോ ഒരു അടി മേടിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സിന് മുമ്പിൽ കൈ നീട്ടി കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ അടി കിട്ടുന്ന ഉടനെ നമ്മളെന്താ ചെയ്യുന്നത്? പേടിച്ച് വിറച്ച ഈ കൈ ഇങ്ങനെ നീട്ടുന്നത്. ഓർത്തോണം, അന്നത്തെ അടിയാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത്. അന്ന് നമ്മളെ ആ ടീച്ചേഴ്സ് അടിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് അടങ്ങിയിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത്, അല്ലേ? അമ്മ അന്ന് അടി കിട്ടിയില്ലായിരുന്നു, ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? ഒരു വടിയുണ്ട്, ഒരു കോലുമുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ വടിക്കും ഉപയോഗമുണ്ട്, കോലിന് ഉപയോഗമുണ്ട്, റോഡുമുണ്ട്, സ്റ്റാഫുമുണ്ട്. ഇത് രണ്ടിൻ്റെ ഉപയോഗം വ്യത്യസ്തമാണ്. അവൻ വടിയും കൊണ്ട് കർത്താവ് ചെയ്യുന്നത്, റോഡ് കൊണ്ട് കർത്താവ് ചെയ്യുന്നത് ടു പ്രൊട്ടക്ട് ഫ്രം വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ ഇടയൻ ഈ ആടുകളെല്ലാം മേയിച്ചുകൊണ്ട് നടക്കുന്ന ഉടനെ വന്യമൃഗങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? വൈൽഡ് ആനിമൽസ് വന്ന് ഇതിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ആ സമയങ്ങൾ എന്ത് ചെയ്തറിയാമോ? ഈ കോല് കൊണ്ട്, ഈ വടി കൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ സംരക്ഷിക്കുന്നു. അടുത്തത് ടു കൗണ്ട് ആൻഡ് ഇൻസ്പെക്ട് ദ ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആടുകളെല്ലാം പകല് മുഴുവൻ അവിടെ എല്ലാം തീറ്റിച്ചോണ്ട് നടന്നേച്ചുണ്ടല്ലോ, കൂട്ടിലോട്ട് കയറ്റുന്നതിന് മുൻപേ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഇതിൻ്റെ രോമത്തിൻ്റെ ഇടയിലൂടെ ഈ വടി കൊണ്ടൊന്ന് ഒന്ന് തഴുകി കൊടുക്കും. ഉടനെ അറിയാം എവിടെയെങ്കിലും മുറിവുണ്ടോ. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കൂട്ടിനകത്തോട്ട് കയറുന്ന ഉടനെ ഈ വടി വെച്ചൊന്ന് മേളിലൊന്ന് ഉരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അറിയാം എവിടെയെങ്കിലും ബ്ലഡ് വരുന്നുണ്ടോ, എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൂണ്ട് വെച്ച് കഴുകിയിട്ട് അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വടി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ തഴുകുന്നത്. നമുക്കറിയണം ദൈവത്തിന്റെ മക്കളെ, നമുക്കറിയില്ല എവിടെയാ നമുക്കറിയില്ല നമ്മുടെ എവിടെയാ മുറിഞ്ഞിരിക്കുന്നതെന്ന്. നമുക്ക് ചിലപ്പോൾ ഓർമ്മയില്ല നമ്മുടെ എവിടെയാണ് കറക്ഷൻ ആവശ്യമുള്ളതെന്ന്.
പക്ഷെ നല്ല ഇടയനറിയാം നമ്മുടെ എവിടെയാണ് മുറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന മുറിവ് ഒരു പക്ഷേ ലോകത്തിൽ മറ്റാർക്കും അറിയില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവമാകുന്ന ഷെപ്പേഡിന് ആ മുറിവറിയാം. അവനിങ്ങനെ പതുക്കെ ഒന്ന് വടികൊണ്ട് തഴുകുന്ന സമയത്ത് അവൻ അറിയാം ഇവിടെ മുറിവുണ്ട്, അവിടെ അല്പം മരുന്ന് വെക്കേണ്ട ആവശ്യമുണ്ട്, ഇച്ചിരി ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അവൻ എങ്കിൽ മാത്രമേ അവിടെ കറക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇനി അടുത്തത് എന്തറിയാമോ? ശിക്ഷണത്തിൻ്റെ ഒരു വടി അവൻ്റെ കയ്യിലുണ്ട്. എന്നറിയാമോ? എവിടെയെങ്കിലും നമ്മളൊന്ന് ഡിസൊബീഡിയൻ്റ് ആയിട്ട് പോകുമ്പോൾ, ഇച്ചിരി സ്റ്റെബോൺ ആയിട്ട് പോകുമ്പോൾ, അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ? എവിടെയെങ്കിലുമൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ആ വടി വെച്ച് ഒന്നടിച്ച് ആ ആടുകളെ തിരിച്ച് കൊണ്ടുവന്ന് ശരിയായ വഴിയിലേക്ക് അവനെ ശരിയായ പാതയിലേക്ക് കൂട്ടം വിട്ടുപോകാതെ വീണ്ടും അടുപ്പിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് സംഭവിക്കട്ടെ. അവൻ എവിടെയെങ്കിലും വഴിതെറ്റി യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അവൻ അവരെ നേർപ്പാതയിലേക്ക് നടത്താൻ പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുന്ന ആ ദൈവത്തിന് നല്ല കാരുണ്യത്തിന്റെ വടി ആമേൻ പകൽക്കാലം വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രം പോരാ, അവൻ്റെ കയ്യിലൊരു കോലുണ്ട്. എന്തെന്നറിയാമോ? കോൽ ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെയെങ്കിലും കുറച്ച് വള്ളികളോ ഇലകളോ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പോകുന്ന പോക്കില് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ കോല് വെച്ചിട്ട് ഒടിച്ചിട്ട് കൊടുക്കുക. എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഈ ആടിന് കൊടുക്കുക, ഷീപ്പിനെ തീറ്റിക്കുക, ഷീപ്പിന് കൊടുക്കുക. ആദ്യം എന്തോ ചെയ്യും? ശിക്ഷയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചാസ്റ്റേസ്മെന്റ് ഉണ്ട്. ചാസ്റ്റേസ്മെന്റിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും? ആഹാരം കൊടുക്കും. അടിച്ചടിച്ചങ്ങ് നശിച്ചു പോകണമെന്നല്ല കർത്താവ് പറയുന്നത്. പിന്നെ ഇവരെ എത്ര അടിച്ചാലും എൻ്റെ മറുകൈയിൽ എന്തുണ്ട്? ഒരു കോലുണ്ട്. ആ കോല് കൊണ്ട് ഞാൻ ഇവന് ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ഹല്ലേലൂയ. എവിടെയാണോ അവൻ ക്ലിയറൻസ് വരേണ്ടത്, എവിടെയാണോ കറക്ഷൻ ഉണ്ടാകേണ്ടത്, എവിടെയാണോ ഇൻസ്പെക്ഷൻ ആവശ്യമായിരിക്കുന്നത്, അത് കൊടുക്കുമ്പോൾ തന്നെ, ശിക്ഷിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ. ആ ഇടയനെ നമുക്ക് സ്നേഹിക്കാം. ആ കർത്താവിനോട് ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. ആറാമത്തെ കാര്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. We are privileged to enjoy his provisions. ആറാം വാക്യം എന്താ? അഞ്ചാം വാക്യം എന്താ പറയുന്നത്? എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. കേൾക്കണം ദൈവത്തിന്റെ മക്കളെ, ആമേൻ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു മാത്രമല്ല, എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്. നമ്മൾ സാധാരണ ആരും ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന ഉടനെ ഒരു ശത്രുക്കളെ നമ്മൾ വിളിക്കാറില്ല, ഉണ്ടോ? ഒരു ഫംഗ്ഷൻ വെച്ചു, നമ്മളൊരു പ്രോഗ്രാം വെച്ചു, ഒരു കല്യാണം നടക്കുന്ന ഉടനെ നമ്മൾ ആരെയായിരിക്കും വിളിക്കുന്നത്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിക്കത്തുള്ളേ. നമുക്ക് സ്നേഹമുള്ളവരെ, അല്ലെ ഏറ്റവും അടുപ്പമുള്ളവരെ, റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവർ മാത്രമേ വിളിക്കത്തുള്ളൂ അല്ലേ? എന്നിട്ട് അവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. ശത്രുക്കൾക്ക് ആർക്കും നമ്മളെ കൊടുക്കത്തുമില്ല, വിളിക്കത്തുമില്ല. പക്ഷെ കർത്താവ് എന്താ ചെയ്തെന്നറിയോ? നമുക്ക് മുൻപിലിരിക്കുന്ന ശത്രുക്കളുടെ മുൻപാകെ നമ്മളെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ആഹാരം തരുക. എന്തിനാണെന്നറിയാവോ? ആ കർത്താവിന് അറിയാം, അവൻ ഈ ഇരിക്കുന്ന ജനം അവൻ എൻ്റെ മക്കളാണ്, എൻ്റെ ആടുകളാണെന്ന് ശത്രുക്കൾ എന്ത് ചെയ്യണം? അറിയണം. കർത്താവിനറിയാം ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇവർക്ക് ആഹാരം കൊടുത്ത് ഇവരെ നടത്തി പരിപാലിക്കുമ്പോൾ അവരുടെ ശത്രുക്കൾ മനസ്സിലാക്കണം എന്താണ്? ഞാൻ ഇവരുടെ ദൈവമാണ്. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്തിനാ ഈ പ്രൊവിഷൻ തരുന്നതെന്നറിയാമോ? എന്തിനാ നമ്മളെ കർത്താവ് നടത്തുന്നതെന്നറിയാമോ? നമുക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന പ്രൊവിഷൻസും ദാനവും ഒക്കെ തരുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് വേണ്ടി മേശ ഒരുക്കാനാണ്. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരുപക്ഷെ മാനുഷികമായി നമ്മൾ ആരും ശത്രുക്കളില്ല ഈ ലോകത്തിൽ. ആരെ ശത്രുക്കളാക്കി എടുക്കരുത്. അവൻ എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരാണ്, എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. എന്നാൽ അതേസമയം ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ പലപ്പോഴും പലതും ചിന്തിച്ചുണ്ടാക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്ക് ശത്രുത പോലെ തോന്നിയാലും ഓർത്തോണം, അവരുടെ നടുവിലും കർത്താവ് നമ്മളെ മാനിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇടയൻ ഒരിക്കൽ നമ്മളെ കൈവിടത്തില്ല. ശത്രുക്ക് മുൻപാകെ മേശ ഒരുക്കുന്ന നമ്മുടെ നല്ല നാഥനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏഴാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഈ വിരുന്നൊരുക്കുന്നത് ഇന്ന് മാത്രമല്ല, ആമേൻ, അനധിവിദൂര ഭാവിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ നല്ല വിരുന്നിനകത്ത് നാം ചെന്ന് പങ്കെടുക്കുമ്പോൾ ഓർത്തോണം, കർത്താവിൻ്റെ വരവിന് സമയമായി.
സ്തോത്രം. ആ കർത്താവിൻ്റെ വരവിന് ശേഷം നാം പങ്കെടുക്കാൻ പോകുന്ന ആ ആത്മീക വിരുന്നുണ്ടല്ലോ, അത് ദൈവമക്കളെല്ലാവരും കൂടെ ചേർന്നുള്ള വിരുന്നായിരിക്കും. അതിനുവേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ആ വലിയ സ്വർഗീയ വിരുന്നിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏഴാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആറാമത്തെ വാക്യത്തിലാണ്. ആറാമത്തെ വാക്യം പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ ഇവനെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്ത് ചെയ്യും? ദീർഘകാലം വസിക്കും. We are privileged to have the permanent dwelling in the house of the Lord. ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കാൻ നമുക്ക് കർത്താവ് പെർമിഷൻ തന്നിരിക്കുക. എപ്പോഴാ? നമ്മൾ ഈ കർത്താവിനെ ആരായിട്ട് മാറ്റിയപ്പം? നമ്മുടെ ഷെപ്പേർഡായിട്ട് മാറ്റിയപ്പോൾ, നമ്മുടെ ഇടയനായിട്ട് മാറ്റിയപ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് ദേവാലയത്തിൽ എന്ത് ചെയ്യാം? ദീർഘകാലം വസിക്കാം. ഇതൊരു വലിയ പ്രിവിലേജ് ആണ് കേട്ടോ. Amen. We are privileged to have that permanent dwelling in the house of the Lord. കർത്താവിൻ്റെ ദേവാലയത്തിൽ ദീർഘകാലം വസിക്കാൻ, ആയുഷ്കാലം മുഴുവൻ വസിക്കാൻ ഉള്ളതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്, ആനുകൂല്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് കളഞ്ഞു കുളിക്കാതെ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ, എപ്പോഴും കർത്താവിനോട് അടുത്തിരിപ്പാൻ, ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം കേട്ടതായ പ്രകാരം നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് എന്താണ് ദൈവം തന്നിരിക്കുന്നത്? ആമേൻ. സ്തോത്രം. സഫിഷ്യൻസി തന്നിരിക്കുകയാണ്, ഒരു സംതൃപ്തി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവിക നടത്തിപ്പ് കർത്താവ് തന്നിരിക്കുകയാണ്, സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നിരിക്കുകയാണ്, ശിക്ഷയുടെയും ഭക്ഷണത്തിൻ്റെയും അനുഭവം തന്നിരിക്കുകയാണ്, ശത്രുക്ക് മുൻപാകെ മേശ ഒരുക്കുന്ന അവന് പ്രൊവിഷൻ തന്നിരിക്കുകയാണ്. അവൻ ആയുഷ്കാലം മുഴുവൻ ഈ ദേവാലയത്തിൽ പാർക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ആനുകൂല്യം തന്നിരിക്കുകയാണ്. ആ പ്രിവിലേജസിനെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയമായിരിക്കാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ എന്ന കൃപയ്ക്കായി സ്തോത്രം നാഥ. ഞങ്ങൾ കേട്ടതുപോലെ തന്നെ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ, ആമേൻ, ആലയത്തിൽ പാർക്കുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സമ്പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾക്കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അങ്ങ് ഞങ്ങളെ ആമേൻ നല്ല ഇടയനായി വെച്ചുകൊണ്ട് ആമേൻ നല്ല ആടുകളായി ജീവിപ്പാൻ തക്കണ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും തന്ന് ഞങ്ങളെ ഓരോ ദിവസവും നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓഫറിങ്ങിനുള്ള സമയമാണ്.